യോഹന്നാൻ എഴുതിയ സുവിശേഷം അദ്ധ്യായം 6. ഇതിനുശേഷം യേശു ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് യാത്രയായി. രോഗികളിൽ യേശു ചെയ്തുകൊണ്ടിരുന്ന അടയാളങ്ങൾ കണ്ടതുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു മലയിൽ കയറി ശിഷ്യരോടൊപ്പം അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു തല ഉയർത്തി നോക്കിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഫിലിപ്പോസിനെ പരീക്ഷിക്കുന്നതിനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ ഫിലിപ്പോസ് യേശുവിനോട്, ഓരോരുത്തർക്കും അല്പമെങ്കിലും കൊടുക്കാൻ 200 ദിനാരിക്ക് അപ്പം വാങ്ങിയാൽ പോലും തികയില്ല എന്ന് പറഞ്ഞു. ശിഷ്യരിൽ ഒരാളും ശീമോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയാസ് യേശുവിനോട്, ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്രയധികം ആളുകൾക്ക് അത് എന്തുണ്ട് എന്ന് പറഞ്ഞു. യേശു ശിഷ്യരോട്, ജനത്തെ ഇരുത്തുക എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് ധാരാളം പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ നിലത്തിരുന്നു. പിന്നെ യേശു അപ്പമെടുത്തു നന്ദി അർപ്പിച്ച ശേഷം ഇരുന്നവർക്ക് വിതരണം ചെയ്തു. മീനും അങ്ങനെ തന്നെ അവർക്ക് വേണ്ടുവോളം വിളമ്പി. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ യേശു ശിഷ്യരോട്, ബാക്കി വന്ന നുറുക്കുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ശേഖരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവ ശേഖരിച്ചു. 5 ബാർലി അപ്പത്തിൽ നിന്നും അവർ ഭക്ഷിച്ച് ശേഷിപ്പിച്ച നുറുക്കുകൾ 12 കുട്ട നിറച്ചുണ്ടായിരുന്നു. യേശു ചെയ്ത ഈ അടയാളം ആളുകൾ കണ്ടിട്ട്, ഇദ്ദേഹം വാസ്തവമായും ലോകത്തിലേക്ക് വരാനുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞു. അവർ വന്ന് തന്നെ ബലമായി പിടിച്ച് രാജാവാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിൻവാങ്ങി. സന്ധ്യയായപ്പോൾ യേശുവിൻ്റെ ശിഷ്യർ കടൽ തീരത്തേക്ക് ഇറങ്ങി. അവർ ഒരു വഞ്ചിയിൽ കയറി കടലിനക്കരെയുള്ള കഫർന്നഹൂമിലേക്ക് പുറപ്പെട്ടു. നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. യേശു അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നുമില്ല. ശക്തമായി വീശിയടിച്ച കാറ്റ് നിമിത്തം കടൽ ക്ഷോഭിച്ചു തുടങ്ങി. ഏറെക്കുറെ 3-4 മൈൽ ദൂരം അങ്ങനെ തുഴഞ്ഞപ്പോൾ യേശു കടലിൽ മീതെ നടന്ന് വഞ്ചിയെ സമീപിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അവർ പരിഭ്രാന്തരായി. എന്നാൽ യേശു അവരോട്, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനെ വഞ്ചിയിൽ കയറ്റാൻ സന്നദ്ധരായി. പെട്ടെന്ന് അവർക്ക് എത്തേണ്ട ദേശത്ത് വഞ്ചി എത്തിച്ചേർന്നു. ശിഷ്യർ കയറിയ ഒരു വഞ്ചിയല്ലാതെ അവിടെ മറ്റ് ചെറുവഞ്ചികൾ ഒന്നുമില്ലെന്നും യേശു ശിഷ്യരോടൊപ്പം ആ വഞ്ചിയിൽ കയറാതെ അവർ തനിച്ചാണ് പോയതെന്നും കടലിനക്കരെ നിന്നിരുന്ന ജനം പിറ്റേ ദിവസം കണ്ടെത്തി. കർത്താവ് നന്ദി അർപ്പിച്ചിട്ട് അവർ അപ്പം ഭക്ഷിച്ച സ്ഥലത്തിനടുത്തേക്ക് തിബിരിയാസിൽ നിന്നും ചെറുവഞ്ചികൾ അപ്പോൾ വന്നു ചേർന്നു. യേശുവും ശിഷ്യരും അവിടെ ഇല്ലെന്ന് ജനം കണ്ടതിനാൽ അവർ ആ വഞ്ചികളിൽ കയറി യേശുവിനെ അന്വേഷിച്ച് കഫർന്നഹൂമിലെത്തി. കടലിൻ്റെ മറുകരയിൽ യേശുവിനെ കണ്ടപ്പോൾ അവർ, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി എന്ന് ചോദിച്ചു. അതിന് യേശു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ട് മാത്രമാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രയത്നിക്കുക. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. എന്തുകൊണ്ടെന്നാൽ പിതാവായ ദൈവം തന്നെ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനോട്, ദൈവത്തിന് സ്വീകാര്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾ എന്ത് പ്രയത്നം ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് സ്വീകാര്യമായ കർമ്മം അവിടുന്ന് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് ഒരടയാളമായി അങ്ങ് എന്താണ് ചെയ്യുക? എന്ത് പ്രവൃത്തിയാണ് അങ്ങ് അനുഷ്ഠിക്കുന്നത്? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അതിന് യേശു ഇങ്ങനെ മറുപടി നൽകി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല സ്വർഗത്തിൽ നിന്നുള്ള അപ്പം നിങ്ങൾക്ക് നൽകിയത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം നിങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവം നൽകുന്ന അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും ലോകത്തിന് ജീവൻ നൽകുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാനാകുന്നു ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുന്നയാളെ
ഞാൻ ഒരു കാരണവശാലും തള്ളിക്കളയുകയില്ല. എന്തെന്നാൽ സ്വർഗത്തിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള ഒരാളെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അവരെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നതാണ് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യനാളിൽ ഞാൻ അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ യേശുവിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ഇദ്ദേഹം യോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിയാമല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്ന് അവർ ചോദിച്ചു. യേശു അതിന് അവർക്കുത്തരം നൽകിയത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ കഴിയില്ല. ഞാൻ അവനെ അന്ത്യനാളിൽ ഉയർപ്പിക്കും. അവർ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നല്ലോ. പിതാവിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുത്ത് വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നതല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ള ഏകൻ മാത്രം പിതാവിനെ കണ്ടിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചെങ്കിലും മരിച്ചു. എന്നാൽ ഭക്ഷിക്കുന്നവൻ മരിക്കാതെ ഇരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അപ്പം ഇതാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അയാൾ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവൻ നൽകാനായി ഞാൻ കൊടുക്കുന്ന അപ്പം എൻ്റെ മാംസമാണ്. നമുക്ക് ഭക്ഷിക്കാൻ തൻ്റെ മാംസം ഇദ്ദേഹത്തിന് എങ്ങനെ തരാൻ കഴിയും എന്ന് പറഞ്ഞ് യഹൂദന്മാർ അപ്പോൾ പരസ്പരം തർക്കിച്ചു തുടങ്ങി. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെയും തൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജീവനില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ഞാൻ അന്ത്യനാളിൽ അയാളെ ഉയർപ്പിക്കും. എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥമായ പാനീയവും ആകുന്നു. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നിൽ വസിക്കുന്നു, ഞാൻ ആ വ്യക്തിയിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിനാൽ ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാണ്. പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യേശു കഫർന്നഹൂമിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗിൽ വെച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യരിൽ അനേകരും ഇത് കേട്ടിട്ട്, ഇത് കടുപ്പമുള്ള വാക്കുകൾ, ഇത് കേട്ടിരിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. എന്നാൽ ശിഷ്യർ ഇതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് അറിഞ്ഞിട്ട് യേശു അവരോട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്നുണ്ടോ? മനുഷ്യപുത്രൻ മുമ്പായിരുന്ന ഇടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവൻ നൽകുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവാകുന്നു, അവ ജീവനും ആകുന്നു. എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. അവരിൽ വിശ്വസിക്കാത്തവർ ആരാണെന്നും തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്നും ആരംഭം മുതൽ യേശു അറിഞ്ഞിരുന്നു. പിതാവ് വരം നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ലെന്ന് ഈ കാരണത്താലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് യേശു പറഞ്ഞു. തൽഫലമായി തൻ്റെ ശിഷ്യരിൽ അനേകർ പിൻവാങ്ങിപ്പോയി പിന്നീട് ഒരിക്കലും യേശുവിനോടൊപ്പം സഞ്ചരിച്ചില്ല. അപ്പോൾ യേശു 12 ശിഷ്യരോട്, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ശീമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ. അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എങ്കിലും നിങ്ങളിൽ ഒരാൾ പിശാചാണ് എന്നുത്തരം പറഞ്ഞു. ശീമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ യൂദയെ ഉദ്ദേശിച്ചായിരുന്നു യേശു അങ്ങനെ പറഞ്ഞത്. അയാൾ 12 പേരിൽ ഒരാളായിരുന്നു, എങ്കിലും യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനായിരുന്നു.